മരണം എന്ന വാക്കിനർത്ഥം വേർപാട് എന്നതാണ്. എങ്ങനെയാണ് ദൈവത്തിനും നമുക്കും തമ്മിൽ ഒരു വേർപാട് സംഭവിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദാമും ഹവ്വയും ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചിട്ടും അവർ ഭൗതികമായി ഒരു മരണം അവർക്ക് സംഭവിച്ചില്ല. എന്നാൽ ദൈവവുമായിട്ട് അവർക്കൊരു വേർപാട് അവിടെ സംഭവിച്ചു. ദൈവം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പാപം എന്നുള്ളത്. ഒരു മനുഷ്യനിൽ ഈ പാപം ഇരിക്കുമ്പോൾ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പാപം ആ പ്രാർത്ഥനകൾക്ക് ഒരു തടസ്സമായിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും ആദാമിനെയും ഹവ്വയെയും പോലെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് വേർപിരിയരുത്. എപ്പോഴും ആ ദൈവത്തിന് അടുത്തു തന്നെ നാം നിൽക്കണം.